ഓണക്കാലം എന്നും തിയേറ്ററുകൾക്ക് ഉത്സവക്കാലാണ്. സൂപ്പർ താരചിത്രങ്ങളും യുവതാരങ്ങളുടെ ചിത്രങ്ങളൊക്കെ തിയേറ്റർ നിറയ്ക്കാൻ എത്തുന്ന കാലം. ഓണക്കാല റിലീസ് ലക്ഷ്യമാക്കി തന്നെ സിനിമകൾ ഒരുക്കാറുണ്ട്. എന്നാൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിക്കിടെയാണ് 2024 ഓണം കടന്നു വരുന്നത്. സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ കോളിളക്കം മലയാള സിനിമ ആകമാനം പിടിച്ചുലച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും പ്രമുഖരെ അടക്കം നിരവധി താരങ്ങളെയും ടെക്നീഷ്യന്മാരെയൊക്കെ ഗുരുതരമായ കേസുകളിൽ അകപ്പെടുത്തിയിട്ടുണ്ട്. ആരോപണങ്ങൾ ഭാരവാഹികൾക്കെതിരെയുള്ള കൊടുങ്കാറ്റായി മാറിയതോടെ അമ്മ സംഘടനയെ ആകെ ഉലഞ്ഞു. പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു. വെളിപ്പെടുത്തലുകളെ ചൊല്ലിയും രാജിയെ ചൊല്ലിയും സംഘടനയ്ക്കുള്ളിൽ തന്നെ ചേരിതിരിവ് പ്രകടമായി. ഇത്രയും പ്രതിസന്ധികൾ നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇത്തവണ ഓണചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമാ രംഗത്തെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം തിയേറ്ററുകളിൽ പ്രതിഫലിക്കുന്ന പ്രതീക്ഷയോടെയാണ് അണിയറക്കാർ ഓണചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നത്. വിവാദം ഉയരുന്നതിന് മുമ്പ് തന്നെ സജ്ജമായതാണ് ഓണചിത്രങ്ങളെല്ലാം തന്നെ. അതേസമയം സൂപ്പർ താരങ്ങളുടെ മലയാള ചിത്രത്തിലെ പ്രമുഖ മുൻനിര യുവ നായകന്മാരുടെ സിനിമകൾ ഈ ഓണത്തിന് റിലീസ് ചെയ്യുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ഓണക്കാലത്ത് തിയേറ്ററിലെത്തുന്ന കുറച്ച് സിനിമകൾ നോക്കിയാലോ. വിജയ് നായകനാകുന്ന പുതിയ തമിഴ് ചിത്രം ഗോട്ട് ഓണക്കാലത്ത് തിയേറ്ററുകളോട് മത്സരിക്കാൻ കുറച്ച് നേരത്തെ തന്നെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. റിലീസിന് മുന്നേ പ്രീ ബുക്കിംഗിൽ ഇന്ത്യൻ 2 മറികടന്ന് റെക്കോർഡ് നേടിയ സിനിമയാണ്. ടോവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം, ആസിഫ് അലിയുടെ കിഷ്കിണ്ട കാണ്ഡം, കൊണ്ടൽ, ബാഡ് ബോയ്സ്, കുമ്മാട്ടിക്കളി, ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്, പ്രതിഭ ട്യൂട്ടോറിയൽസ് തുടങ്ങിയ ചിത്രങ്ങളാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ എത്തിയ ജിത്തു ജോസഫിന്റെ നുണക്കുഴി, ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത വാഴ, ഷാജി കൈലാസിന്റെ ഹണ്ട്, സൈജു ശ്രീധരന്റെ ഫൂട്ടേജ്, അരുൺ വെൺപാലയുടെ കർണിക, ഹരിദാസന്റെ താനാര, VK പ്രകാശിന്റെ പാലും പഴവും, കണ്ണൻ താമരക്കുളത്തിന്റെ വിരുന്ന്, കൃഷ്ണദാസ് മുരളിയുടെ ഭരതനാട്യം തുടങ്ങിയ ചിത്രങ്ങളും ഓണചിത്രങ്ങളോട് മത്സരിക്കാൻ തിയേറ്ററുകളിലുണ്ട്.